ഒരു കണക്കിന് നോക്കിയാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഏതാണ്ടൊരു തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച എന്നുള്ളതിനേക്കാൾ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച എന്നുള്ളതിനേക്കാൾ വരാനിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് മുന്നോടിയായി ഒരു ചെറിയ കാര്യം നിങ്ങളുടെ മുന്നിലൊന്ന് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതായത് നമ്മളുടെ വീഡിയോകളൊക്കെ പതിവായി കാണുന്ന ഒരു പോങ്ങ പ്രേക്ഷകൻ, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ അങ്ങനെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു കത്തെനിക്ക് അയച്ചു, കത്തല്ല വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചു. ഞാൻ അതൊന്ന് വായിക്കാം. അപ്പോൾ അത് നമ്മുടെ വരാൻ പോകുന്ന വീഡിയോയ്ക്ക് ഒരു മുന്നോടിയായിട്ട് ഇതിനെ കൂട്ടുകയും ചെയ്യാം. ഞാനൊന്ന് എടുത്തോട്ടെ. ഒരു സത്യം പറയട്ടെ. ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ, ഇനിയും സത്യം തന്നെ പറയാം. അതായത് എനിക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കന്നഡ വേണം. വെള്ളെഴുത്ത് തുടങ്ങി. എനിക്കൊട്ടും അത് അംഗീകരിക്കാനോ ആസ്വദിക്കാനോ കഴിയുന്നൊരു അവസ്ഥയല്ല. പക്ഷെ സഹിച്ചേ പറ്റുള്ളൂ. കത്ത് വന്നു. ഇങ്ങനെയാണ്, ഒന്ന് വായിക്കാം. ഹരീഷ് ചേട്ടോ നമസ്കാരം. പാലക്കാട് മണ്ഡലം BJPയുടെ തോൽവിയെക്കുറിച്ച് താങ്കളുടെ വീഡിയോ കണ്ടിരുന്നു. ഞാൻ പാലക്കാട് പട്ടാമ്പിക്കാരനാണ്. പാലക്കാട് മണ്ഡലത്തിൽ 1,35,000 വോട്ടുകളാണ് ഏകദേശം പോൾ ചെയ്യപ്പെട്ടത്. അതിൽ 58,000 വോട്ട് കോൺഗ്രസിന് കിട്ടി. ഏകദേശം 43% ഇത്. 2011 സെൻസസ് പ്രകാരം പാലക്കാട് 29% മുസ്ലിംസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം പാലക്കാട് 35% മുതൽ 40% മുസ്ലിംസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം ആ മാറ്റം വളരെ വിസിബിളാണ്. ഷോപ്സ്, ഹോട്ടൽസ്, അങ്ങനെയെല്ലാം ബഹുഭൂരിപക്ഷവും അവരുടെയാണ്. ഇപ്രാവശ്യം ഉണ്ടായത് ഈ പറയുന്ന 35 മുതൽ 40% വോട്ടിൽ 95% മുകളിൽ പോയത് കോൺഗ്രസിനാണ്. ഒരു പാർട്ടിക്ക് ജയിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. പിന്നെ ചെറിയ പിണക്കങ്ങളും മറ്റും എല്ലാ പാർട്ടിയിലും ഉള്ളതുപോലെ BJPയിലും ഉണ്ടാകും. കുറച്ചു പേര് വോട്ട് ചെയ്യാതെ നിന്ന് കാണും. പക്ഷേ എന്നിരുന്നാലും ആ വോട്ട് എല്ലാം പോൾ ചെയ്താലും 5,000 വോട്ടിന് BJP തോൽക്കുമായിരിക്കും. ഒരു വോട്ടിന് തോറ്റാലും തോൽവി തന്നെയാണല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നടന്നതും ശ്രീധരൻ സാർ മത്സരിച്ചപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ വോട്ട് കൂടുതൽ കിട്ടാൻ കാരണം CPM വോട്ട് ശ്രീധരന് ഷിഫ്റ്റായി എന്നാണ് കരുതേണ്ടത്. അതുപോലെ അന്നും 35-40 ഉറച്ചു നിന്നതുകൊണ്ട് ഷാഫി ജയിച്ചു കയറി. പാലക്കാട് പൊതുവെ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുമെങ്കിലും അതിൽ 20% SC ഉണ്ട്. അവരുടെ വോട്ട് എപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ CPM കൈയാളുന്നു. സോ ബാക്കി ഹിന്ദു വോട്ട് വരുന്നത് 45% മാത്രമാണ്. അതിൽ കോൺഗ്രസ് വോട്ട് ഉണ്ടാകും. സവർണ ഹിന്ദു വോട്ടുകൾ CPMന് പോകുന്നുണ്ട്. ഒരു കാലത്ത് CPM MLA ഉണ്ടായിരുന്ന നാടാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ മോശക്കാരനാണെന്ന് പറയുന്നത് ഒരു അജണ്ടയുടെ പുറത്താണ്. അതുപോലെ ഞാൻ ഇപ്പോഴും ഭൂരിപക്ഷമാണ് എന്ന് ഞെളിയുന്ന ഹിന്ദുവിനുള്ള അടി ആണ് പാലക്കാട്. നമ്മൾ ഭൂരിപക്ഷമല്ല പാലക്കാട് പോലും. CPM കേഡർ വോട്ട്സ് ഒരിക്കലും മാറില്ല. 20% ഹിന്ദു വോട്ട്സ് ഓൾവേസ് സപ്പോർട്ട്സ് CPM. ഞാൻ പോലും CPM അനുഭാവി ആയിരുന്നു. കുടുംബം മുഴുവൻ 15 വർഷമായി BJPക്ക് 3 ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നു. പിന്നെ തൃശ്ശൂർ പോലെ കോൺഗ്രസ് വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ വോട്ടല്ല. ക്രിസ്ത്യൻസ് മാറി ചിന്തിച്ചു എന്നതിന് തൃശ്ശൂർ തെളിവാണ്. എന്നും മുസ്ലിം സമൂഹത്തിന് മാത്രം നിലനിൽക്കുന്ന പാർട്ടിയായി കോൺഗ്രസ്. പാലക്കാട് ക്രിസ്ത്യൻസ് നാമമാത്ര വോട്ട് മാത്രമാണ് ഉള്ളത്. അവർ ഒരു തരത്തിലും ഡിസൈഡിംഗ് ഫാക്ടർ അല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. അതുകൊണ്ട് മുനമ്പം വിഷയം വന്നപ്പോൾ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. SDPI വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന ചോദ്യത്തിനും ഒഴിഞ്ഞുമാറി. ഇത് ഒരു പാഠമാണ്. പണ്ട് മലപ്പുറം മാത്രമാണ് മുസ്ലിംസ് എന്ന വിചാരം പഴയ കഥയാണ്. പാലക്കാട്ടിൽ പട്ടാമ്പി, മണർകാട് ഓൾറെഡി മുസ്ലിം ഭൂരിപക്ഷമാണ്. പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, കൊങ്ങാട് എല്ലാം അധികം താമസിയാതെ മുസ്ലിം ഭൂരിപക്ഷമാകും. എനിക്ക് 36 വയസ്സായി. എൻ്റെ കൂടെ പഠിച്ച മുസ്ലിംസ് ആളുകൾക്കെല്ലാം മിനിമം 3 കുട്ടികളുണ്ട്. മിനിമം. പക്ഷേ കൂടെ പഠിച്ച പല ഹിന്ദു ഫ്രണ്ട്സിനും കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, പെണ്ണ് കിട്ടിയിട്ടില്ല, നല്ല ജോലിയില്ല, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ പെണ്ണില്ല. ഇനി കല്യാണം കഴിഞ്ഞാലോ 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, അത്രമാത്രം. എൻ്റെ കൂടെ പഠിച്ച മുസ്ലിം പെൺകുട്ടി ഒരു
വർഷം മുൻപ് അമ്മമ്മയായി. 15 വയസ്സിൽ കല്യാണം, 16-ൽ കുട്ടിയായി, 18 വയസ്സായതോടെ കെട്ടിച്ചു വിട്ടു മകളെ. ക്ഷമിക്കണം. ഇപ്പോൾ അവർക്കും കുട്ടി. ജനാധിപത്യ സമൂഹത്തിൽ നിയന്ത്രണം വരണമെങ്കിൽ ആളുകൾ വേണം, പെറ്റുകൂട്ടണം. എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്ന് പോലും അറിയാതെ BJP അന്തം വിട്ട് പരസ്പരം കുറ്റം പറയുന്നു. അവരെ തല്ലിക്കാൻ മീഡിയയും. ഇതാണ് ഈ സുഹൃത്തിന്. എനിക്കറിയില്ല, അദ്ദേഹം പട്ടാമ്പിക്കാരനാണെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പറഞ്ഞതിനകത്ത് വളരെ വലിയ വസ്തുതയുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത പോങ്ങന് നന്നായിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇത്തരം ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകുമായിരിക്കും. ഒരു പൊതു ഇടത്തിൽ ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള ആശങ്കകളോ ആലോചനകളോ പങ്കുവയ്ക്കാൻ പലർക്കും കഴിയാതെ പോകുന്നുണ്ട്. പക്ഷേ പരസ്യമായ ഇതുപോലുള്ള പങ്കുവയ്ക്കലുകളിൽ കൂടിയാണ് വാസ്തവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉയർന്ന ചർച്ചകൾ, കൂടുതൽ ഏകീകൃതമായിട്ടുള്ള ആലോചനകൾക്കൊക്കെ അത് വഴിവെക്കുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാനിത് എൻ്റെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ, സഹജീവികൾക്ക് മുന്നിൽ, പോങ്ങ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നലത്തെ നമ്മളുടെ വീഡിയോയുടെ ഒരു തുടർച്ച എന്നുള്ളതിൻ്റെ അപ്പുറം, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന 1-2 വീഡിയോകൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സംസാരത്തിൽ നിന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയല്ല ഞാനിത് വായിച്ചു കേൾപ്പിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പട്ടാമ്പിക്കാരനായിട്ടുള്ള ആ സുഹൃത്ത് പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് വളരെ യോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശങ്ക പങ്കുവെച്ചു, ഞാനത് കേട്ടു. അത് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ട്, അദ്ദേഹം പറഞ്ഞതിനകത്ത് വസ്തുതകളുണ്ട്, വാസ്തവമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട്, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്ത് ഞാനത് നിങ്ങൾക്ക് മുന്നിലും സമർപ്പിച്ചു. അപ്പോൾ നമുക്ക് നാളെ ഡിസംബർ 1 ഒരു പുതിയ തുടക്കമാവട്ടെ. നമുക്ക് നാളെ കാണാം. വളരെ സന്തോഷം.